Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്റ്റഡി കറന്റിനെ കുറിച്ചും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയെ കുറിച്ചാണ്. നമ്മൾ ജനറലി മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ബേസിക് ആയിട്ട് പറയേണ്ട എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നും എങ്ങനെയാണ് കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു കറണ്ട് ക്യാരിയിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സർഫസ് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സൈക്ലോട്രോൺ മോഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സൈക്ലോയിഡ് മോഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എന്താണ് സ്റ്റഡി കറണ്ട് എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി കറൻസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മളിനി ഫണ്ടമെൻ്റലായിട്ട് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. That is called Biot and Savart law. Biot Savart law. Biot Savart law. Biot Savart law എന്ന് പറഞ്ഞാൽ it is quite analogous to Coulomb's law in electrostatics. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ബയറ്റ് സാവർട്ട് ലോന് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് കൊളൂംസ് ലോ എത്രത്തോളം ഫണ്ടമെൻ്റൽ ആണോ അതേ രൂപത്തിൽ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ബയറ്റ് സാവർട്ട് ലോ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത്. കൊളൂംസ് ലോയിൽ നമ്മൾ ഒരു 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷനെ കുറിച്ചാണ് കൊളൂംസ് ലോ പറയുന്നത്. കൊളൂംസ് ലോ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി നമുക്ക് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. തിയററ്റിക്കലി നമുക്കത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ഫണ്ടമെൻ്റൽ പോസ്റ്റ്ലേറ്റ് 2 പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ 2 ഫണ്ടമെൻ്റൽ ആക്സിയംസ് എന്ന് പറയുന്നത് കൊളൂംസ് ലോയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളുമാണ്. അതേ രൂപത്തിൽ തന്നെ ബയറ്റ് സാവർട്ട് ലോ വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ആക്സിയം ഇൻ magnetostatics, which is the one of the fundamental axiom in magnetostatics. Moreover, it is quite analogous to Coulomb's law in magnetostatics. In electrostatics. Coulomb's law quite analogous to Coulomb's law in electrostatics. So ബയറ്റ് സാവർട്ട് ലോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ആക്സിയം. നമുക്കതെങ്ങനെ മാത്തമാറ്റിക്കലി എങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ബയറ്റ് സാവർട്ട് ലോ റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യു കൺസിഡർ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ വിച്ച് ക്യാരീസ് എ കറണ്ട് ഐ ആൻഡ് യു കൺസിഡർ എ സ്മോൾ ഡിഫറൻഷ്യൽ വോളിയം ലൈൻ എലമെൻറ്റ് dl prime. The direction of dl prime is in this direction and you consider a point P here. ആ പോയിന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ പോയിന്റ് R. I want to calculate magnetic field at the point R due to a current carrying loop. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ.
നമുക്ക് ഈ പോയിന്റിലെ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, ഈ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ബി ഓഫ് വെക്ടർ ആർ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ഡി എൽ പ്രൈം, direction of dl prime is this. You draw a vector from the differential volume element to the point r, then this is represented by the vector r. Then according to Biot-Savart law, the magnetic field at point R is vector B of vector R is equal to mu naught by 4 pi line integral I dl prime cross unit vector r cap by r square. So I is the total current carrying the loop. Then magnetic field due to the current carrying line, it may be a straight line, it may be a loop, it may be any shape. Then the magnetic field at point R is mu naught by 4 pi I vector dl prime cross unit vector r by r square. This is Biot-Savart law. So Biot-Savart law പ്രകാരം ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് mu naught by 4 pi I dl prime cross r by r square. ഇത് തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ dl prime cross r എന്ന് പറയുമ്പോൾ dl prime sin തീറ്റ, dl prime cross rന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് dl prime sin തീറ്റ. If theta is the angle between dl prime and vector r. So this is dl sin theta. ഇതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് കണ്ടുപിടിക്കാം. ഇത് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഈ കറണ്ട് ഇപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനിൽ നിങ്ങൾ തമ്പ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈ 4 ഫിംഗേഴ്സ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുക. സോ ഇഫ് യു കൺസിഡർ എ കറണ്ട് ക്യാരിയിങ് വയർ ലൈക്ക് ദിസ്, then you point the thumb in the direction of the magnetic field, then this fingers will give the direction of the magnetic field. So ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. So if the current is flowing in this direction, the magnetic field at this point will be in this direction. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് അത് തന്നെയാണ് ഡി എൽ പ്രൈം ക്രോസ് വെക്ടർ ആറിൻ്റെ ഡയറക്ഷൻ കിട്ടുക. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ടും നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ക്രോസ് പ്രോഡക്റ്റിൽ. ഇതാണ് Biot-Savart law പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നമ്മൾ Biot-Savart law നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുക സ്റ്റഡി കറണ്ടുകൾക്കാണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മൾ സ്റ്റഡി കറണ്ടുകളെ കുറിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി കറണ്ട് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. സ്റ്റഡി കറണ്ടുകളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു mu naught by 4 pi integral I dl prime cross r by r square എന്ന് വരും. ദിസ് ഈസ് ബി ഓഫ് വെക്ടർ ആർ. ഇതാണ് Biot-Savart law. നമ്മൾ ഒരു വോള്യത്തിലാണെങ്കിലും വോള്യത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് Biot-Savart law തന്നെ ഒരു വോള്യത്തിലും ഒരു സർഫസിലും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഒരു സിമ്പിൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ് നമ്മൾ എടുത്താണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് മോഡുലസ് വെക്ടർ ബി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ഓൺ 1 directly proportional to, or magnetic field is directly proportional to
കറണ്ട് ഐ ശരിയാണ്. രണ്ടാമത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം the point to the current carrying wire. അതായത് സോഴ്സ് പോയിന്റിലേക്കുള്ള ദൂരം അത് നമ്മൾ വെക്ടർ ആർ എന്ന് റെപ്രസെന്റ് ചെയ്താണ്. ദാറ്റ് ഈസ് ബി പ്രപ്പോർഷണൽ ടു 1/r² ആണ്. ബി പ്രപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഓൾസോ ഇറ്റ് directly proportional to length of the line element. And also it is directly proportional to sine of the angle between source point and between the vector r and the differential line element. ഈ തീറ്റേനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. It is proportional to 1/r². Square of distance from the point to the current carrying wire, and it is directly proportional to length of the current carrying wire, and it is also directly proportional to sine of the angle theta. നമ്മൾ റെപ്രസെന്റ് ചെയ്താണ് പോയിന്റും ആ ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബയറ്റ് സാവർട്ട് ലോയിൽ നമ്മളുടെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം. ബയറ്റ് സാവർട്ട് ലോ ഈസ് ഓൾസോ satisfying inverse square law. That is B proportional to 1/r². അല്ലേ? അപ്പോൾ അത് സിമിലർ ടു കൊളൂംസ് ലോ ഇങ്ങനെ തന്നെയാണ്, സിമിലർ ടു കൊളൂംസ് ലോ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r². ഒരു പോയിന്റ് ചാർജിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബയറ്റ്സ് ലോ ഒരു പോയിന്റ് ചാർജിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റഡി കറണ്ടിന്റെ കേസിലും നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രപ്പോർഷണൽ ടു 1/r² എന്ന് പറയും. രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് ബയറ്റ് സാവർട്ട് ലോ കൊളൂംസ് ലോന്റെ ഒരു അനലോഗിയായിട്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ കൊളൂംസ് ലോന്റെ ഒരു അനലോഗിയായിട്ട് ബയറ്റ് സാവർട്ട് ലോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും. സോ ഈ ബയറ്റ് സാവർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു a current carrying straight line wire. First we are going to discuss this topic, magnetic field due to a current carrying straight line wire. എങ്ങനെ നമുക്കത് ഡിസ്കസ് ചെയ്യാം? വളരെ ലളിതമാണ്. നമ്മളൊരു you consider a straight line wire തൽക്കാലം ഓഫ് ഫൈനൈറ്റ് ലെങ്ത് കൺസിഡർ ചെയ്തോ. ഫൈനൈറ്റ് ലെങ്ത്, ടോട്ടൽ ലെങ്ത് വേണമെങ്കിൽ ക്യാപിറ്റൽ എൽ എന്നിട്ട് റെപ്രസെന്റ് ചെയ്യുക. ക്യാരിയിങ് എ കറന്റ് ഐ വിചാരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വയർ എടുത്തു.
ഈ വയറിൻ്റെ കറണ്ട്, ഈ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ ആണ്. ഈ വയറിൻ്റെ സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളിവിടെ ഈ ഒരു പോയിന്റിൽ, നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ വയറിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഈ സ്ട്രൈറ്റ് ലൈൻ വയർ പാസ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് can be found out by right hand rule. So if the current is flowing in this direction, magnetic field will be perpendicular to a plane containing wire and it will circulate around the current carrying wire. ഇങ്ങനെയായിരിക്കും കറണ്ട് ഉണ്ടാവുക. സോ ഇവിടെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് പ്ലെയിൻ. ഇവിടെ ഔട്ട് ഓഫ് പ്ലെയിൻ ആയിരിക്കും. ഈ പോയിന്റ് ആർന്ന് നമ്മൾ എടുക്കുക. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം, വയറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എസ് ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എസ്. സോ ലെറ്റ് പി ബി എ പോയിന്റ് at a distance. Let P be a point at a distance. At a distance S from the center of the S from the straight line wire. And then you consider a differential line element. നിങ്ങൾക്ക് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ you consider a differential line element dl prime. dl പ്രൈമിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ആ dl പ്രൈമിൽ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് കൺസിഡർ ചെയ്യുക. ആ dl പ്രൈമിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു വെക്റ്റർ വരയ്ക്കുക. സോ ദിസ് ഈസ് വെക്റ്റർ r. And if this is theta angle, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ, and if this angle is alpha, ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്. ഇതിനെ O എന്ന് കൺസിഡർ ചെയ്തോ. എന്നും OAP എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾക്ക് കിട്ടി. ഇതൊരു 90 ഡിഗ്രിയാണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി കണ്ടുപിടിക്കണം. In order to find total magnetic field at point P, imagine a differential line element dl prime. ഈ ഡിസ്റ്റൻസ് നിങ്ങൾ L എന്നെടുത്തോ. അറ്റ് എ ഡിസ്റ്റൻസ് L ഫ്രം O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് L ഡിസ്റ്റൻസിൽ നിങ്ങളൊരു എന്ത് കണ്ടുപിടിക്കുക, എന്ത് ഇമാജിൻ ചെയ്യുക, ഒരു ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് എടുക്കുക. ദിസ് ഈസ് dl പ്രൈം. സോ according to Biot-Savart law പ്രകാരം vector B of R is equal to mu naught by 4 pi line integral I dl prime cross R by R square. This is equation number 1. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനെ നമ്മൾ ഈ ഇൻ്റഗ്രേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതണം. അതിനുവേണ്ടി നമ്മൾ ട്രയാങ്കിൾ OPA എടുക്കുക. OPA ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾക്ക് dl പ്രൈം ക്രോസ് R എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലം OPA എടുക്കുന്നതിന് മുമ്പ് dl പ്രൈം ക്രോസ് R നമുക്ക് ആദ്യം എഴുതാം. മോഡുലസ് dl പ്രൈം ക്രോസ് R എങ്ങനെ വരും? dl പ്രൈം സൈൻ ആൽഫ. കാരണം യൂണിറ്റ് വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഈ ആംഗിൾ dl പ്രൈമും വെക്ടർ ആറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. അതുകൊണ്ട് സൈൻ ആൽഫ വന്നു. ബട്ട് ഫ്രം ട്രയാങ്കിൾ OPA
ആംഗിൾ ഒ എ പി എത്ര വരും? ആംഗിൾ ഒ എ പി എന്ന് പറയുന്നത് 180 മൈനസ് ആൽഫ വരും. അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ആൽഫ വരും. സോ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 വരും. സോ 90 പ്ലസ് 180 മൈനസ് ആൽഫ പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു 180. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ആൽഫ എന്ന് പറയും ഈ 180 വെട്ടിപ്പോയി. ആൽഫ ഇസ് ഈക്വൽ ടു 90 പ്ലസ് തീറ്റ എന്ന് പറയും. ആൽഫ 90 പ്ലസ് തീറ്റ ആണെങ്കിൽ സൈൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ 90 പ്ലസ് തീറ്റ വരും. അതായത് കോസ് തീറ്റ വരും. സോ ഡി എൽ പ്രൈം സൈൻ ആൽഫ എന്നുള്ളതിന് പകരം ഡി എൽ പ്രൈം കോസ് തീറ്റ എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ നമുക്കൊരു കാര്യം കൂടിയും കൊടുക്കാം. ടാൻ തീറ്റ കണ്ടുപിടിക്കുക. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എൽ ആണ്, അഡ്ജസൻറ്റ് സൈഡ് എസ് ആണ്. സോ എൽ ഇസ് ഈക്വൽ ടു എസ് ടാൻ തീറ്റ. ജസ്റ്റ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി എൽ പ്രൈം ഇസ് ഈക്വൽ ടു എസ് സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ. തീറ്റ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എസ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് ഡി എൽ പ്രൈം. ക്ലിയർ? സോ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. വാട്ട് അബൌട്ട് കോസ് തീറ്റ? കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. സോ എസ് ബൈ ആർ എന്ന് എഴുതും. സോ ആർ ഇസ് ഈക്വൽ ടു എസ് ബൈ കോസ് തീറ്റ. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ തീറ്റ. ക്ലിയർ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ റിസൾട്ടുകൾ മുഴുവൻ ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 3 കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 4 കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മാഗ്നിറ്റ്യൂഡ് ബി ഇസ് ഈക്വൽ ടു, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, μ0/4π ലൈൻ ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി എൽ പ്രൈം സൈൻ ആൽഫ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. സോ μ0I/4π ലൈൻ ഇൻറ്റഗ്രൽ ഡി എൽ പ്രൈമിന് പകരം എസ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഇൻറ്റു സൈൻ ആൽഫയ്ക്ക് പകരം കോസ് തീറ്റ എന്ന് കൊടുക്കാം ബൈ ആർ സ്ക്വയർ എന്നുള്ളതിന് പകരം 1/r സ്ക്വയർ എന്ന് പറയുന്നത് എസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ 1/r സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ബൈ എസ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ കോസ് സ്ക്വയർ തീറ്റയും ഈ കോസ് സ്ക്വയർ തീറ്റയും വെട്ടിപ്പോയി, ഈ എസും എസ് സ്ക്വയറിലെ ഈ ഒരു പവറും വെട്ടിപ്പോയി. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ0I/4π ലൈൻ ഇൻറ്റഗ്രൽ കോസ് തീറ്റ ബൈ എസ് ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. ക്ലിയർ? ഈ എസും എസും വെട്ടിപ്പോയി, കോസ് സ്ക്വയർ തീറ്റയും വെട്ടിപ്പോയി, ഒരു കോസ് തീറ്റ ബാക്കി റിമൈനിങ് ഉണ്ടാവും, ഒരു എസ് ഡിനോമിനേറ്ററിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. μ0I/4πs ലൈൻ ഇൻറ്റഗ്രൽ കോസ് തീറ്റ ഡി തീറ്റ എന്ന് വന്നു. അപ്പോൾ നമുക്കിതൊരു ഫൈനൈറ്റ് വയറാണ്. നിങ്ങളുടെ ഫിഗർ
ഞാനിപ്പോഴും മാറ്റിട്ടില്ല. ആ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഈ ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ലൈൻ എലമെൻറ്റ്. നമുക്ക് ഒരു വയർ സെഗ്മെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് ഇതാണ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഈ രണ്ട് എൻ പോയിന്റുകൾ എ ബി ഒരു ഫൈനൈറ്റ് വയർ സെഗ്മെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, വയർ സെഗ്മെൻറ്റ് എ ബി ഒരു വയർ സെഗ്മെൻറ്റ് വിത്ത് ലെങ്ത് എൽ ആണെങ്കിൽ, നമുക്ക് ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇതും മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത് പിയിൽ നിന്ന് ബിയിലേക്കുള്ള ആംഗിൾ. ഇത് തീറ്റ 1 എന്നും തീറ്റ 2 എന്നും എടുക്കണം. രണ്ട് എൻഡുകളിലേക്ക് ഇത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒരെണ്ണം തീറ്റ 1 എന്നും ഒരെണ്ണം തീറ്റ 2 എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ നമുക്ക് ബി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം: μ0I/4πs θ1 to θ2. Initial angle θ1, final angle θ2, cos theta d theta എന്ന് represent. So that will be equal to μ0I/4πs cos theta differentiation integration sin theta upper ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ μ0I/4πs bracket sin theta 2 minus sin theta 1. This is the expression for magnetic field for a finite wire at a point S. S ദൂരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വയർ സെഗ്മെന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ വയർ സെഗ്മെന്റിന്റെ ഈ പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം S ആണെന്ന് വിചാരിച്ചോ. ഈ വയർ സെഗ്മെന്റിന്റെ ലെങ്ത് L ആണെങ്കിൽ θ1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് μ0I/4πs sin theta 2 minus sin theta 1 എന്നുള്ള രീതിയിൽ ഫൈനൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കൊരു ചോദ്യം: if the wire segment is of infinite length, what about the magnetic field? What about the magnetic field for an infinitely long wire? Magnetic field due to an infinitely long wire at a distance S from the wire. Wire S ൽ നിന്ന് വയറിൽ നിന്ന് S ഡിസ്റ്റൻസിൽ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് പോയിന്റ് പി. ഇവിടെ നിന്ന് രണ്ട് എൻഡുകളിലേക്കും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഒരു എൻഡിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ θ1, മറ്റേ എൻഡിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ θ2 ആയിരിക്കും. ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ആണെങ്കിൽ one angle will be -π/2. അതായത് θ1 എന്ന് പറയുന്നത് -π/2, മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് θ2 എന്ന് പറയുന്നത് +π/2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. സോ ആംഗിൾ എന്ന് പറയുന്നത് ഒരാംഗിൾ എന്ന് പറയുന്നത് -π/2, മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് +π/2 ആയിരിക്കും. So magnetic field due to an infinitely long wire is B is equal to μ0I/4πs sin π/2 sin θ2 minus sin -π/2. sin minus theta എത്രയാ? minus sin theta. അപ്പോൾ എന്തായി? μ0I/4πs sin π/2 plus sin π/2. Clear? Okay. So sin π/2 is 1. So the result will be B is equal to modulus vector B is equal to μ0I/4πs into 2. So that will be equal to μ0I/2πs. ഇതാണ് ഇൻഫൈനൈറ്റ്ലി ലോങ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ അതും കൂടി പ്രൂവ് ചെയ്തു.
ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എസ് ദൂരത്തിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് μ0I/2πs ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് അതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ ബയറ്റ് സാവർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം റിമൈനിങ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ, ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത്, സപ്പോസ് യു കൺസിഡർ 2 കറന്റ് ക്യാരിയിങ് വയേഴ്സ്. ഇത് ഒറിജിനിലാണെന്ന് വിചാരിച്ചോ, ഇത് d ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വയറിന്റെ കറണ്ട് വയർ 1 വയർ 2, ഒരെണ്ണത്തിൻ്റെ I1 മറ്റേതിൻ്റെ I2, രണ്ടിൻ്റെയും കറണ്ട് എന്ന് പറയുന്നത് പാരലൽ കറണ്ടാണ്, സെയിം ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം സെയിം ഡയറക്ഷനിൽ ഫ്ലോ ചെയ്താൽ ഈ രണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ലോറൻസ് ഫോഴ്സ് ലോ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം ദ കറന്റ് വയർ 1, the current carrying wire 1 will produce a magnetic field at the point where the wire 2 is situating. വയർ 2 നിൽക്കുന്ന സ്ഥലത്ത് വയർ 1 ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ദാറ്റ് മീൻസ് ബി ഡ്യൂ ടു വയർ 1. ഇത് രണ്ടും ഇൻഫൈനൈറ്റ്ലി ലോങ് വയേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഇൻഫൈനൈറ്റ്ലി ലോങ് വയേഴ്സ് ആണെങ്കിൽ ബി അറ്റ് ദ പോയിന്റ് ഡി, ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് നിങ്ങൾ ഇങ്ങനെ എടുത്തോ, DL പ്രൈം എന്ന് എടുത്തോ. ഈ പോയിന്റ് പി എന്ന് വിചാരിച്ചോ. ബി അറ്റ് ദ പോയിന്റ് പി is B is equal to μ0 I1/2πd വരും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. അപ്പോൾ ഈ വയറിൽ നിന്ന് d ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 I1/2πd ആണ്. അപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് വയർ I2 കറണ്ട് പാസ് ചെയ്യുന്ന സെക്കൻഡ് വയർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച പ്രതീതി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്തുണ്ടാവും? It will produce, therefore the second wire will produce